ഓണം അടുത്തതോടെ പച്ചക്കറികളിൽ പലതിനും വില വർദ്ധിച്ചു തുടങ്ങി. ഇടതെറ്റിയ മഴയും കൃഷിനാശവും കാരണം പച്ചക്കറിയുടെ കേരളത്തിലേക്കുള്ള വരവും കുറഞ്ഞിരിക്കുകയാണ്. ഓണനാളുകളിൽ ആവശ്യം വർദ്ധിക്കുന്നതോടെ വില കുതിച്ചു കയറാം. നിലവിൽ പയറുവർഗ്ഗങ്ങൾക്ക് 30% മുതൽ 50% വരെ വില കൂടിയിട്ടുണ്ട്. പൊള്ളാച്ചി, പഴനി മേഖലകളിൽ നിന്നും കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്ന പാലക്കാടിലെ ചന്തകളിൽ നിലവിലുള്ള വില വിവരങ്ങളൊന്ന് നോക്കി വരാം. കോയമ്പത്തൂർ അടക്കമുള്ള തമിഴ്നാടൻ മേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് പച്ചക്കറി ആദ്യം എത്തുന്നത് പാലക്കാടിലെ വിവിധ മാർക്കറ്റുകളിലേക്കാണ്. അതിപ്പോൾ മേലാപ്പറമ്പ്, കൊടുവായൂർ തുടങ്ങിയ മാർക്കറ്റുകളിലേക്ക് എത്തിയ ശേഷമാണ് പച്ചക്കറി പിന്നീടുള്ള ചെറുകിട കച്ചവടക്കാരിലേക്ക് എത്തുക. പളനി, പൊള്ളാച്ചി, ഒട്ടൻചത്രം തുടങ്ങി തമിഴ്നാട്ടിലെ വൻ മാർക്കറ്റുകളിൽ നിന്നും ദിനംപ്രതി എത്തുന്ന പച്ചക്കറിയുടെ ആവശ്യവും അളവും അനുസരിച്ച് വിലയിൽ മാറ്റം വരും. ഓണമെടുത്തതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയുടെ ആവശ്യം വർദ്ധിക്കും, ഒപ്പം വിലയും. ഈ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വലിയ സ്വാധീനമില്ല. അതുകൊണ്ട് തന്നെ വില വർദ്ധിക്കുന്നത് സാധാരണക്കാരെയാണ് ബാധിക്കുക. നിലവിൽ പല സാധനങ്ങൾക്കും 30% മുതൽ 50% വരെ വില കൂടിയിട്ടുണ്ട്. നമുക്ക് ഒരു 85% തമിഴ്നാടിനെയും മൈസൂരിനെയും ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ ബിസിനസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് വന്നു തന്നെ ആവണം. അപ്പോൾ അതിനുള്ള ട്രാൻസ്പോർട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചിലവുകൾ വരുന്ന സമയത്ത് നല്ല ചിലവുകൾ വരും. എല്ലാ ഭാഗത്തുകളും ഓർഡറുകൾ കൂടുതലുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വില വർദ്ധനവ് പ്രതീക്ഷിക്കാം. അച്ചാറിടേണ്ട നാരങ്ങ, നെല്ലിക്ക, ഇഞ്ചി എന്നിവയുടെ വിലയിൽ 20 മുതൽ 30 രൂപ വരെയാണ് വർദ്ധിച്ചത്. വാഴയിലയുടെ വിലയാണ് ഞെട്ടിക്കാൻ പോകുക. ഓണം 17-ാം തീയതി, ചിങ്ങം 1-ാം തീയതി അവിടുന്ന് അങ്ങോട്ട് വില മാറും. ഓണത്തിന് കഴിഞ്ഞ കൊല്ലമൊക്കെ ഓണ ടൈം ആകുമ്പോൾ ഒരു 18 രൂപ 20 രൂപ നാക്കലേക്ക് വില വരുന്നുണ്ടായിരുന്നു ഒരേലക്ക്. പയറുവർഗ്ഗങ്ങളുടെ വിലയിലും മാറ്റം വന്നിരിക്കുന്നു. ബീൻസാണ് കുറച്ച് വില കൂടുതലായിട്ട്. നമ്മുടെ ഒരു 80 മുതൽ നല്ലൊരു ബീൻസ് 100 വരെ, ഊട്ടി ബീൻസ് അതാണ് ഏറ്റവും ഇത്തിരി നല്ലൊരു ക്വാളിറ്റിയുള്ള ബീൻസ്, അതൊരു 100 വരെ ഉണ്ട്. പിന്നെ പയറ് ഇന്നലെ ഇന്നായിട്ട് കുറച്ച് കുറവുണ്ട്, 40 തൊട്ട് 50, 30 മുതൽ അങ്ങനെ. ക്യാരറ്റ് നല്ലൊരു ഊട്ടി ക്യാരറ്റ് വരുന്നത് 80 തൊട്ട് 90 വരുന്നുണ്ട്. പിന്നെയുള്ള സാധാ ക്യാരറ്റുകൾ 60, 50 അങ്ങനെയുള്ള നിലവാരം. ക്യാരറ്റ് കുറച്ച് കൂടുതലാണ്. പച്ചക്കറി കൂടാതെ ദിനംപ്രതി വിവിധ ഇനം പഴങ്ങൾക്കും വില വർദ്ധിച്ചു വരുന്നു. തൂശനിലയിൽ ഒഴിച്ചുകൂട്ടാനാകാത്ത നിരവധി വിഭവങ്ങളുണ്ട് മലയാളികൾക്ക്. ഓണനാളിലെ ആ ഡിമാൻഡാണ് പല പച്ചക്കറികളുടെയും വില വർദ്ധിപ്പിക്കുന്നതും. പാലക്കാട് നിന്ന് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.